സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞതിരെ അത് വാങ്ങരുത് എന്നല്ല, അയിമക്ക് നോക്കുക പോലും ചെയ്യരുത്. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മൗലവിന്റെ പരാതി ആദ്യം കേൾക്കുക. അതിലൊരു അനുഭവം നോക്കൂ. അതിലൊരു അനുഭവം ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. സൗജന്യമായി ഇവിടെ ഖുർആൻ വിതരണം ചെയ്യുന്നുണ്ട്, പരിഭാഷ വാങ്ങിപ്പോകരുത്. എന്തേ അവർക്ക് ഭയം? ഓലെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളങ്ങൾക്ക് വർക്കത്ത് ചെയ്യട്ടെ. ആരാച്ചാ ആ പറഞ്ഞ ആൾക്കാർക്ക് ഭയം. അതിലെന്തെങ്കിലും ആശയത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് ഗണ്ണിക്കാം, അല്ലെ? ഒന്നുമില്ല എന്നവർക്കറിയാം. പിന്നെയും ഒന്നുമില്ല. നിങ്ങളുടെ പരിഭാഷയില് ഓരോ വർഷവും ഓരോ രീതിയിലുള്ള മതമാണ്. നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ കാലത്തും ഓരോ രീതിയിലുള്ള ഇസ്ലാമാണ്. അപ്പോ വഹാബികളുടെ പരിഭാഷ ഈ നാട്ടിൽ വിതരണം ചെയ്തപ്പോ നാട്ടിലെ ആളുകൾ പറഞ്ഞത്രേ, ബഹുമാനപ്പെട്ട MLA അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അവർക്ക് സഹോദരങ്ങളെ നോക്കൂ, എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഖുർആൻ പരിഭാഷ അതിൽ ഒരുപാട് അബദ്ധമുണ്ട്, വാങ്ങിപ്പോകരുത്, അല്ലെ? ഒരു നിലക്കും വാങ്ങിപ്പോകരുത്, അത് നോക്കും പോലും ചെയ്യരുത്. നോക്കൂ, അള്ളാന്റെ ഖുർആനിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ ഇവിടുത്തെ സാധാരണക്കാരോട്, ഇദ്ദേഹം അബദ്ധമുണ്ട് എന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. എന്താണ് ആ വിഷയം? ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ പോവാണ്. ഇദ്ദേഹം കാര്യമായി പറയുന്നത് അവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തു സാത്തിയയിലും സിഫാത്തു ഫഇലിയയിലും ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇവർ സ്വന്തം വ്യാഖ്യാനം നൽകി എന്നാണ് ഇദ്ദേഹം പിന്നെ ധരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഖുർആൻ പരിഭാഷ നോക്കാം. ഇദ്ദേഹം ഇത് പറഞ്ഞ് സ്ക്രീനിൽ ഒരു പിന്നെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഖുർആൻ പരിഭാഷയെ കുറിച്ച് ഇവർ വേറെ ഒരു കിതാബിൽ എഴുതിയ ആ ഒരു ഭാഗമാണ് ഇവർ കാണിക്കുന്നുള്ളത്. അതുപോലെ തന്നെ സിഫാത്തു സാത്തിയയിലും സിഫാത്തു ഫഇലിയയിലും ഇതില് ഇവർ സ്വന്തം വ്യാഖ്യാനം നടത്തി എന്ന രൂപത്തിലാണ് ഇദ്ദേഹം ധരിപ്പിക്കുന്നത്. ഏത് കാലത്തും സലഫികൾ എന്താ പറയാറുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പല രൂപത്തിലും വിശുദ്ധ ഖുർആനിൽ യദുല്ല പ്രയോഗിച്ചിട്ടുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇറക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പദങ്ങളെയും പ്രയോഗിച്ചപ്പോഴൊക്കെ സലഫികൾ ഏത് കാലത്തും പറഞ്ഞത് എന്താണ്? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അല്ലെ? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഏത് നിലപാടാണോ സ്വീകരിച്ചത് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. സ്വന്തമായ ഒരു വ്യാഖ്യാനം ഞങ്ങൾക്കാർക്കുമില്ല, അല്ലെ? യദുല്ല, യദ് കൈ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ കൈ? മനുഷ്യന്റെ രൂപത്തിലാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പടപ്പിന്റെ സൃഷ്ടിയുടെ രൂപത്തിലാണോ? ഒരിക്കലുമല്ല, അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ. അത് നമുക്കറിയില്ല. അതിന്റെ വ്യാഖ്യാനം ഒരിക്കലും നമുക്ക് പറഞ്ഞുകൂടാ. യൻസിലു, ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ, ആ ഇറക്കം എങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. നാം അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുക്കാറുമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താണോ അതിന് കൊടുത്ത വ്യാഖ്യാനം അത് തന്നെയാണ് ഏത് കാലത്തും സലഫികൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം 1-2 കാര്യങ്ങൾ അവിടെ പിന്നെ ആ പരിഭാഷയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ പരിഭാഷയിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് 2 കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 2 വ്യാഖ്യാനവും പണ്ഡിതന്മാർ കൊടുത്ത അതേ വ്യാഖ്യാനം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സാധാരണക്കാരെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ മുസ്ലിയാക്കന്മാർ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയമെങ്കിലും 50, 60, 70 വർഷം ജീവിച്ച് ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്ത ആ ഫാത്തിഹയുടെ ആശയമെങ്കിലും കൈമാറിയിട്ടുണ്ടോ? അവരുടെ പരിഭാഷ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഇല്ല. മരണം വരെ ഖുർആൻ പഠിപ്പിക്കാൻ അവർ വിടില്ല. കാരണം എന്തേ? മുസ്ലിയാക്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അവരുടെ എല്ലാ തോന്നിവാസത്തെ അവർ എങ്ങനെയൊക്കെ വഞ്ചിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഖുർആൻ പരിഭാഷ നിങ്ങളുടെ വീട്ടിലെത്തിയാൽ മുസ്ലിയാക്കന്മാരുടെ ഇരുമുഖം നിങ്ങൾക്കറിയില്ലേ? പിന്നെ അവർ വീട്ടിലേക്ക് എത്താൻ വിടുവോ? ഞാൻ ഇവിടുത്തെ ഈ പൈവളികയിലുള്ള എല്ലാ ആളുകളോടും വളരെ സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ ഇതൊന്ന് വാങ്ങണം. എന്തിനു വേണ്ടി? വിമർശിക്കാൻ വേണ്ടി. ഒന്ന് വായിക്കണം. എന്നിട്ട് നിങ്ങളുടെ സമസ്ത മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് ചോദിക്കണം, എവിടെയാണ് ഉസ്താദേ ഇതിലൊരു തകരാറുള്ളത്? ചോദിക്കണം. കാരണം എന്തേ? ഇത് നമ്മുടെ പരലോക വിഷയമല്ലേ സഹോദരങ്ങളെ? ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനം നൽകാൻ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം, അത് പഠിക്കരുത്, അറിയരുത്, നോക്കരുത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമാണ് വിഷയം. മാലപ്പാട്ടും കുപ്പിപ്പാട്ടും, അല്ലെ, ഒരുപാട് മാല മൗലൂദുകളും ഒക്കെ പഠിപ്പിച്ച ഈ തലമുറക്ക് വിശുദ്ധ ഖുർആനിന്റെ ആശയം ഈ മുസ്ലിയാക്കന്മാർ കൈമാറിയോ? ഞങ്ങളുടെ പരിഭാഷ വേണ്ട, നിങ്ങളുടെ പരിഭാഷ എത്തിച്ചോ. നിങ്ങൾക്ക് എന്താ സമ്പത്തിന്റെ കുറവുണ്ടോ? വേണ്ടത്ര സമ്പത്തില്ലേ സമസ്തയിൽ? ഖുർആൻ പരിഭാഷ വീട്ടിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ എത്തിക്കുന്നില്ല? നിങ്ങളുടെ തനിനിറം ആ ഖുർആനിനകത്തുണ്ട്. അത് ജനങ്ങൾ മനസ്സിലായാൽ പിന്നെ അവർ നിങ്ങളെ സ്റ്റേജിൽ കയറ്റൂല. അത് ഞങ്ങൾക്കറിയാം. സഹോദരങ്ങളെ, ഇനി നോക്കൂ, നിങ്ങളുടെ ഒരു പണ്ഡിതൻ തന്നെ, നിങ്ങളുടെ മുഖ്യ പ്രഭാഷകൻ തന്നെ ഒരുപാട് സ്ഥലത്ത് മൂപ്പര് ഹക്കൊക്കെ പറയുന്നുണ്ട്.
ചില സ്ഥലത്ത് മൂപ്പർ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടാണ്. അവിടെ മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ആ രൂപത്തിൽ സംസാരിക്കും. അദ്ദേഹത്തിന് താഴ്ത്തുന്നതല്ല, അദ്ദേഹം വളരെ നല്ലൊരു പ്രഭാഷകനാണ്. പക്ഷേ സിൻസാറുൽ ഹക്ക് ഹുദവി, പക്ഷെ പല സ്ഥലത്തും അദ്ദേഹം തുറന്നു പറയാറില്ല. ഗൾഫിലൊക്കെ അദ്ദേഹം എടുക്കുന്ന ക്ലാസ് ഒരുപാട് നല്ല ഖുർആനിന്റെ ആശയം പകർന്നു കൊടുക്കുന്നുണ്ട്. നാട്ടിൽ വന്നാൽ സമസ്തക്കോടൊപ്പം നിന്ന് ഇരുമുഖമ കാണിക്കുന്ന ഒരു സ്വഭാവം. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് കേൾക്കുക. ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞു, അതിന്റെ മറുപടി. യൻസിലു റബ്ബുനാ തബാറക വ അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് റബ്ബ് ചോദിക്കും യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ല. ഇങ്ങനെ അർത്ഥം വെക്കുമ്പോഴേക്കും ആള് ബിദ്അത്തായോ, ആള് ബിദ്അയായോ, ആള് പുത്തനാശയക്കാരനായി മാറിയോ? ആരാ ഈ പുത്തനാശയം ചാപ്പ വെക്കുന്ന ആളുകളൊന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹം. അവരൊന്ന് കണ്ടുപഠിക്കാനാ, അല്ലെങ്കിൽ അവരൊന്ന് മുമ്പോട്ട് വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ, എന്നിട്ടെങ്കിലും നമുക്കൊന്ന് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇരുന്നിട്ട് അവനവന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിടുക. അല്ലാഹു തആല ഇറങ്ങി വരും, അല്ലാഹുവിനോട് യോജിക്കുന്ന നുസൂലൻ യലീഖു ബിഹി. അങ്ങനെ അർത്ഥം വെക്കുക. ഉസ്താദുമാർ പറയില്ലേ, അല്ലാഹുവിന്റെ ഫസ്നഇൽ ഫുൽക ബിഅയുനിന, എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പലുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ ബിഅയുനിന വ വഹീന എന്ന അർത്ഥം വെച്ച് തീരുമ്പോഴേക്കും ആള് മുനാഫിഖായോ, ആള് കപടവിശ്വാസിയായോ, ആള് മുബ്തദിയായോ? വാക്കുകൾക്ക് അർത്ഥം പറയൂലേ? അള്ളാഹുവിന് കണ്ണില്ല, അള്ളാഹുവിന് കാത്, കൈ, മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഒരു ഖൽഖിന്റെയോ ഉപമ അള്ളാഹുലേക്ക് ബാധകമല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിന് തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല. ഇതറിയുന്ന പഠിക്കുന്ന ആളുകൾ വാക്കർത്ഥം വെച്ച് പോകൂലേ? സഹോദരങ്ങളെ നോക്കൂ, എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയല്ലേ മുജാഹിദുകൾ, സലഫികൾ ഏത് കാലത്തും പറയുന്നത്? വാക്കിന് അർത്ഥം പറയുമല്ലോ, അതിന് വ്യാഖ്യാനം നമ്മൾ ആരെങ്കിലും കൊടുക്കാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അത് തന്നെയാണ് ഞങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്. എത്ര വ്യക്തമായി പറയുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞാലോ സലഫിയായി, അല്ലേ? ഇവര് തന്നെ പറയുമ്പോൾ നോക്കൂ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൂരെ നിന്നുള്ള, അടുത്തു നിന്നും ഓൺലൈനിലൂടെയൊക്കെ ശ്രവിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഈ മുസ്ലിയാക്കന്മാരുടെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. കാരണം ഈ ദുനിയാവ് എന്നുള്ളത് നശ്വരമാണ്, നശിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ഇവർ പല രൂപത്തിലും ഖുർആനുമായി ബന്ധം മുറിക്കാൻ പലതും ഇവർ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. അവരുടെ ഇരുമുഖം നിങ്ങൾ അറിയണം.